പ്രവാസികളുടെ ഓരോ സൂര്യാസ്തമയത്തിനും ഓരോ കഥകൾ പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു സ്പെഷ്യൽ സൂര്യാസ്തമയമാണ് കേട്ടോ. ഇതൊരു വീക്കെൻഡ് ഡേ ആണ് കേട്ടോ. അതുമാത്രമല്ല ഒരു സ്പെഷ്യൽ ഡേ കൂടെയാണ് കേട്ടോ. നമ്മൾ അതുവഴിയേ കാണിക്കാം. ഓക്കെ, ആണ് നമ്മൾ ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കും വീക്കെൻഡ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വലിയ പ്ലാനൊന്നും ഇല്ലാതെ പുറത്തിറങ്ങണം. എപ്പോഴും അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ തന്നെ പുറത്തിറങ്ങുക. പക്ഷേ വണ്ടിയിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും പ്ലാൻ ആവുക. അപ്പോൾ കുട്ടികൾക്ക് പുറത്ത് പോകണം, പുറത്ത് പാർക്കിൽ പോകണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോസിബിൾ അല്ല, കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഹ്യൂമിഡിറ്റി ഒക്കെ ആയ കാരണം നമുക്ക് പുറത്ത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇൻഡോർ പാർക്ക് ചൂസ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, നമുക്കിന്നൊരു സ്പെഷ്യൽ ഡേ കൂടെയാണ് കേട്ടോ. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന്. അപ്പോൾ നമ്മൾ നോർമൽ സെലിബ്രേഷൻ പോലെ കേക്ക് കട്ട് ചെയ്യലാണ് നമ്മുടെ നോർമൽ സെലിബ്രേഷൻ. അതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്. കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പക്ഷേ അതിന് പിന്നിലൊരു വലിയൊരു സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വഴിയേ കാണാം. അങ്ങനെ നമ്മൾ മാളിലെത്തി. കുട്ടികൾ ഇൻഡോർ പാർക്കിൽ നന്നായി കളിക്കുകയാണ് കേട്ടോ. അവർക്ക് എത്ര ടൈം ഇരുന്നാലും മതിയാവില്ല. പക്ഷെ നമ്മൾക്കായിരിക്കും ബോറടിക്കുക. നമ്മൾ ഫുഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവരെത്ര മണിക്കൂർ ഇരുന്നാലും അവർക്ക് അവിടെ നിന്ന് പോകുന്ന ടൈം ആകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. പോവണ്ട എന്നുള്ളൊരു റിക്വസ്റ്റ് അവർക്ക് ഉണ്ടാവുക. അങ്ങനെ അവർ കളിച്ച് കുറേ നേരം കളിച്ച് നമ്മൾ പുറത്തിറങ്ങി. ഇനി റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് പുറത്തിറങ്ങിയത്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ അവിടെ നമുക്കൊരു സ്പെഷ്യൽ ഫുഡ് ബഫേ സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ നമ്മൾ വിചാരിച്ച ലൈക്ക് നോർമൽ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഫുഡായിപ്പോയി. ഓക്കെ, നമുക്ക് കാണാമെന്നുള്ളതിൽ നമ്മൾ നോർമൽ ഫുഡ് കഴിക്കാനുള്ളതാണ് പോണത്. പിന്നെ മനസ്സിലായത് പോകുന്നത് കുറച്ചൊരു എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ക്യാമറയിലൊന്ന് ഒപ്പിയെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഈ സ്പെഷ്യൽ കാറൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേലേക്ക് കയറിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അവിടെ ഒരു എന്താ പറയുക ഫുഡിൻ്റെ ഒരു വല്ലാത്ത ഷോറൂം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. ഈ ഫുഡ് ബഫേ ആയിരുന്നു എനിക്ക് തന്ന സർപ്രൈസ് കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വെറൈറ്റി ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും വീഡിയോ എടുക്കാമെന്നൊക്കെ തോന്നി. കാരണം ഇത് എപ്പോഴും കഴിക്കുന്നതൊന്നുമല്ലല്ലോ, ഭയങ്കര കുറച്ച് എക്സ്പെൻസീവാണ് ഇത് കേട്ടോ. അറബിക് ഫുഡാണ്. അപ്പോൾ അറബിക് ബഫറ്റാണ് ഇത് കേട്ടോ. ഓൾ കബാബ്സ്, മട്ടൻ കബാബ്, ചിക്കൻ കബാബ്സ്, അങ്ങനെ പിന്നെന്താ പറയുക സ്പഗേറ്റീസ്, മട്ടൻ ലാമ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ സലാഡ്സ്, ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോന്നിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ എനിക്ക് അപ്പോൾ കണ്ടോ ഭയങ്കര ഷോക്കായി പോയിട്ടോ. കാരണം ഇത്രയും ഫുഡോ എന്നൊക്കെ. കാരണം ഒന്നും നമ്മൾ മീൻസ് എല്ലാം അറബിക് ഫുഡായിരുന്നു. ഒരു വെറൈറ്റി ഫുഡുണ്ട്. എല്ലാവരും ഒന്ന് ലൈഫിൽ ഒരു ടൈമെങ്കിലും ഇത് ഒന്ന് ടേസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ടുണ്ട് ഒരുപാട് ബഫേ, പക്ഷേ ഇതൊരു വെറൈറ്റി സ്പെഷ്യലായിരുന്നു. ക്രാബ്, ഷ്രിമ്പ് എല്ലാം ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഷ്രിമ്പ് എല്ലാം ഉണ്ടായി. സ്ക്വിഡ് ഓരോന്ന് എണ്ണി ഞാൻ പറയുന്നില്ല, ജസ്റ്റ് കാണിക്കുമ്പോൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്തായാലും ഭയങ്കര ഷോക്കായി പോയൊരു ഇതാട്ടോ. എനിക്ക് ഗിഫ്റ്റിനേക്കാളും ഉപരി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഓക്കെ, ആ ഒരു വിതിൻ മിനിറ്റ്സ് അത് കഴിഞ്ഞു. പക്ഷേ ഫുഡ് കൊണ്ട് സർപ്രൈസ് തരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് വാക്കുകൾ നമുക്ക് തികയില്ല പറയാൻ. അത്രയ്ക്ക് ഡെലീഷ്യസ് ആൻഡ് അമേസിങ് ആയിരുന്നു കേട്ടോ ഈ ഫുഡ്. കാരണം അത്രയും എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണിത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അറബിക് സ്വീറ്റാണിത്. ഉമ്മുഅലി അറിയുന്നുണ്ടാവും എല്ലാവർക്കും. പിന്നെ ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കനും അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. വല്ലാത്ത എന്നെ ഞെട്ടിച്ചൊരു എന്താ പറയുക വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇത് കേട്ടോ. കാരണം നമുക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും കഴിച്ച ഫുഡിനെ കഴിച്ച് അത് നമുക്കൊരു എന്താ പറയുക ഒരു വെറൈറ്റി പിടിക്കണമെന്ന് തോന്നിയാൽ ഇതൊരു എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്കിത് എപ്പോഴും നടക്കില്ല, അത് പോസിബിൾ അല്ല എപ്പോഴും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സ്പെഷ്യൽ ഡേക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഫുഡെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, നമ്മളെ ബഡ്ജറ്റ് വൈസും നല്ലൊരു കാര്യമാണ്. കണ്ട എല്ലാ ഫുഡും ഉണ്ട്. ഞാൻ ഓരോന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും.
സൂപ്പ് എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കുട്ടികളായാലും നമ്മളായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാം. എന്നാൽ സ്പൈസി ഫുഡൊന്നും അല്ല കേട്ടോ. അതിൽ ഞാൻ ബേബി വാക്ക് ചെയ്യണമെന്ന് കാണിച്ചതാണ്. ഐസ്ക്രീംസാണിത്. അപ്പോൾ എന്നെ ഞെട്ടിച്ചൊരു ബൊഫേ ആയ കാരണം ഞാനത് വീഡിയോ എടുത്തതാട്ടോ. അങ്ങനെ ഓരോരുത്തർ പോയിട്ട് ഫുഡ് എടുത്ത് വരുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട്, ചിലത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും പറ്റുന്നവരൊക്കെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ ഡേക്ക് ഇങ്ങനെ സ്പെഷ്യൽ ബഫറ്റ് ചൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അതൊരു വല്ലാത്തൊരു മെമ്മറി ആയിരിക്കും കേട്ടോ. ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നടക്കുന്ന ഒരു സംഭവമല്ല. ഈ സ്പെഷ്യൽ ഫുഡ് ബഫറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കില്ല. ആ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഇതല്ലേ കഴിച്ചത് എന്നാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം. ഫ്രൂട്ട് സലാഡും എല്ലാം കഴിച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അത്രയും സ്പെഷ്യൽ മെമ്മറി ആക്കിയ ഒരു വെഡിങ് ആനിവേഴ്സറിയാണ് ഹസ്ബൻഡിൻ്റെ വക ഉണ്ടായിരുന്നതാണ് ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അതൊരു വെറൈറ്റി ആയിപ്പോയി. അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒരു കോർണിഷിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ടാ. അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുവരെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ.